ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീലേൺ. ഇന്ത്യൻ എക്കണോമിയുടെ 28ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സെക്ടേഴ്സ് ഓഫ് ദ എക്കണോമി. സാധാരണയായിട്ട് നമ്മൾ പഠിക്കാറുള്ളത് പ്രൈമറി, സെക്കൻഡറി, ടേഷ്യറി സെക്ടർ വരെയാണ്. എന്നാൽ ഇന്ത്യൻ എക്കണോമി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മറ്റ് ചില ക്ലാസിഫിക്കേഷൻ കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ സെക്ടേഴ്സിനെ ഇന്ത്യൻ എക്കണോമി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് 3 ബേസിസിനെ അടിസ്ഥാനമാക്കിയാണ്. ഒന്നാമതായി വർക്ക് കണ്ടീഷനെ അടിസ്ഥാനമാക്കി, അതായത് ഒരു തൊഴിലാളി ഓർഗനൈസ്ഡ് സെക്ടറിലാണോ വർക്ക് ചെയ്യുന്നത് അതോ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണോ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി. രണ്ടാമതാക്കി അസറ്റിൻ്റെ ഓണർഷിപ്പ് ആരുടെ കരങ്ങളിലാണ് എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മളതിനെ പബ്ലിക് സെക്ടർ എന്നും പ്രൈവറ്റ് സെക്ടർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മൂന്നാമതായി നേച്ചർ ഓഫ് വർക്ക് ആക്ടിവിറ്റീനെ അടിസ്ഥാനമാക്കി നമ്മൾ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ് ആ 5 കാര്യങ്ങൾ? അവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കാറുള്ള പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഷ്യറി സെക്ടർ പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ 2 കാര്യങ്ങളും കൂടെ പഠിക്കണം. അവയാണ് ക്വാറ്റർണറിയും അതുപോലെ തന്നെ ക്യൂനറി ആക്ടിവിറ്റീസും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ക്വാറ്റർണറി സെക്ടർ എന്നും ക്യൂനറി സെക്ടർ എന്നും നമുക്ക് അതിനെ പറയാം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നമ്മുടെ പ്രൈമറി, സെക്കൻഡറി, ടേഷ്യറി സെക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സാധാരണയായിട്ട് എക്സാംസിന് കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് പ്രൈമറി, സെക്കൻഡറി, ടേഷ്യറി സെക്ടറിനെ അടിസ്ഥാനമാക്കിയാണെങ്കിലും ഇപ്പോൾ എക്സാംസിന് ക്വാറ്ററിനറിയും ക്യൂനറിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് എക്സാംസിന് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്നത് പ്രൈമറി സെക്ടറാണ്. എക്സ്ട്രാക്ഷൻ ആൻഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് നമുക്ക് 2 തരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സുകളുണ്ട്. ഒന്നാമതായിട്ട് റിന്യൂവബിളും അതുപോലെ തന്നെ നോൺ റിന്യൂവബിളും. അപ്പോൾ നമ്മുടെ റിന്യൂവബിൾ റിസോഴ്സിന് ഉദാഹരണമാണ് നമ്മുടെ മത്സ്യബന്ധനമൊക്കെ റിന്യൂവബിൾ റിസോഴ്സിന് ഉദാഹരണമാണ്. നോൺ റിന്യൂവബിൾ എന്ന് പറയുമ്പം നമ്മുടെ ഓയില്, ഗ്യാസ്, കോള്, കൽക്കരി പോലുള്ളവയൊക്കെയാണ് നമ്മുടെ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ്. അപ്പോൾ ഇവയുടെ എക്സ്ട്രാക്ഷനും ഹാർവെസ്റ്റിങ്ങുമാണ് എന്തെന്ന് പറയുന്നത് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ കോണ്ടസ്റ്റിലേക്ക് നമ്മളതിനെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ അഗ്രികൾച്ചർ, നമ്മുടെ കാർഷിക മേഖലയെയായിരിക്കും നമ്മൾ പറയുക പ്രൈമറി സെക്ടർ. നമുക്കിവിടെ കൂടുതലായിട്ട് നമുക്ക് അത്രയും രീതിയിലുള്ള ഇപ്പോൾ റിന്യൂവബിളും നോൺ റിന്യൂവബിളും ആയിട്ടുള്ളതിൻ്റെ എക്സ്ട്രാക്ഷൻ നമ്മുടെ കാർഷിക മേഖലയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോണ്ടസ്റ്റിൽ, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെയൊക്കെ കോണ്ടസ്റ്റിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളിവിടെ പ്രൈമറി സെക്ടറായിട്ട് കണക്കാക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ കാർഷിക മേഖലേനെയാണ്. ഇത് പറയുമ്പോൾ കൂടെ നമ്മുടെ പുതിയ ടെക്നോളജീസ് വരുന്നതിനെ തുടർന്നും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ എക്കണോമിയുടെ നേച്ചറിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടുമൊക്കെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ, നമ്മുടെ അഗ്രികൾച്ചറിൽ ഒരു കാലാനുസൃതമായിട്ടുള്ള ഡിക്ലൈൻ അല്ലെ കുറവൊക്കെ നമുക്കിപ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാധാരണ ചോദിക്കാറുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ കാർഷിക മേഖല അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് നമ്മൾ വിളിക്കുന്നതാണ് റെഡ് കോളർ വർക്കേഴ്സ് എന്ന്. അപ്പോൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. റെഡ് കോളർ, വൈറ്റ് കോളർ, ഗോൾഡൻ കോളർ, ബ്ലൂ കോളർ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ നമ്മുടെ പ്രൈമറി സെക്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെയാണ് നമ്മൾ റെഡ് കോളർ വർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന സെക്ടറാണ് സെക്കൻഡറി സെക്ടർ. നമ്മുടെ പ്രൈമറി സെക്ടറിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ഷനും ഹാർവെസ്റ്റിങ്ങും നടത്തി അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തുകൊണ്ട് പുതിയ പ്രോഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യും, അല്ലെങ്കിൽ വിവിധ കൺസ്ട്രക്ഷൻസ് നമ്മൾ നടത്തും. അങ്ങനെ നമ്മുടെ സെക്കൻഡറി സെക്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മാനുഫാക്ചറിങ് സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി സെക്ടറിൽ നിന്നും നമുക്ക് കുറേയധികം റോ മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്തു. ഈ റോ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് നമ്മൾ നിർമ്മിക്കും. അങ്ങനെ അത് നിർമ്മിക്കുകയും ചെയ്യും, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തയ്യാറാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടർ എന്ന് വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ സെക്കൻഡറി സെക്ടറിനെ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് മാനുഫാക്ചറിങ്. ഉദാഹരണത്തിന് വിവിധ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു കാറ് നിർമ്മിക്കുന്നു, അത് നമുക്ക് മാനുഫാക്ചറിങ് എന്ന് പറയാം. രണ്ടാമതായി കൺസ്ട്രക്ഷൻ, നമ്മുടെ ഫാക്ടറീസ്, വീടുകൾ, ഫ്ലാറ്റുകൾ തുടങ്ങിയവയുടെയൊക്കെ നിർമ്മാണം. മൂന്നാമതായിട്ടാണ് യൂട്ടിലിറ്റീസ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ടെലിഫോൺ തുടങ്ങിയവയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റീസ്. സാധാരണയായിട്ട് ചിലർക്ക് തെറ്റിപ്പോകുന്നതാണ് ഈ ഇലക്ട്രിസിറ്റി, ഗ്യാസ് എന്നൊക്കെ പറയുന്നത് സർവീസ് സെക്ടർ അല്ലേ എന്ന് ചില ആൾക്കാർ ധരിക്കും. ഇത് സർവീസ് സെക്ടർ അല്ല, നമ്മുടെ സെക്കൻഡറി സെക്ടറിനകത്ത് വരുന്ന യൂട്ടിലിറ്റീസ് ആണ് ഇലക്ട്രിസിറ്റി, ഗ്യാസ്,
ടെലിഫോൺ തുടങ്ങിയ ഹൗസ് ഹോൾഡിന് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനകത്താണ് വരുന്നത്? നമ്മുടെ സെക്കൻഡറി സെക്ടറിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി സെക്ടറിനകത്ത് എൻഗേജ് ആകുന്ന ഇതിനകത്തുള്ള ജോലിക്കാരെ നമ്മൾ വിളിക്കുന്നതാണ് ബ്ലൂ കോളർ വർക്കേഴ്സ്. അപ്പോൾ ബ്ലൂ കോളർ വർക്കേഴ്സ് ആരാണ്? അവർ സെക്കൻഡറി സെക്ടറിനകത്ത് എൻഗേജ് ആകുന്ന ആൾക്കാരാണ് ബ്ലൂ കോളർ വർക്കേഴ്സ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് സർവീസ് സെക്ടർ. ഇതിനെ തന്നെയാണ് നമ്മൾ ടേഷ്യറി സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഇൻടാഞ്ചിബിൾ സെക്ടറാണ്. ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ അവരുടെ കൺസ്യൂമേഴ്സ് ബിസിനസ്സിന് വേണ്ടുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു സെക്ടർ. ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയവയൊക്കെ നമ്മുടെ ടേഷ്യറി സെക്ടറിനകത്താണ് വരുന്നത്. ഇവർ നേരിട്ട് യാതൊരു ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരിക്കും. എന്നാൽ പ്രൈമറി സെക്ടറിനും സെക്കൻഡറി സെക്ടറിനും വേണ്ടുന്ന എയ്ഡും സപ്പോർട്ടും ഒക്കെ നമ്മുടെ ഈ ഒരു ടേഷ്യറി സെക്ടർ നൽകുകയും ചെയ്യും. അങ്ങനെ ഇത് നൽകിക്കൊണ്ട് നമ്മുടെ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറിനും വേണ്ടുന്ന ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതും നമ്മുടെ ടേഷ്യറി സെക്ടറാണ് ഒരു പരിധി വരെ. ഓക്കെ, അങ്ങനെയുള്ള നമ്മുടെ ഈ ടേഷ്യറി സെക്ടറിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ, അല്ലെങ്കിൽ വർക്കേഴ്സിനെയാണ് നമ്മൾ വൈറ്റ് കോളർ വർക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. നാലാമതായി നമുക്ക് പഠിക്കാനുള്ള സെക്ടറാണ് ക്വാട്ടർണറി സെക്ടർ. ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസാണ് ക്വാട്ടർണറി സെക്ടർ. ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ, ഫിനാൻഷ്യൽ പ്ലാനിങ്, ടെക്നിക്കൽ സ്കില്ല്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ക്വാട്ടർണറി സെക്ടറിനാണ്. നമ്മുടെ ബാക്കിയുള്ള സെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇന്നോവേഷൻസ് ഒക്കെ നടത്തുന്നത് നമ്മുടെ ക്വാട്ടർണറി സെക്ടറിലുള്ള ആൾക്കാരാണ്. അഞ്ചാമതായിട്ട് നമുക്ക് വരുന്നതാണ് ക്വീനറി സെക്ടർ അല്ലെങ്കിൽ ക്വീനറി ആക്ടിവിറ്റീസ്. നമ്മുടെ എക്കണോമിയിലെ ടോപ്പ് ലെവലായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നത് ക്വീനറി സെക്ടറിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിന് നമുക്ക് ക്വീനറി ആക്ടിവിറ്റീസ് എന്നും പറയാം. ഇവരെയാണ് നമ്മൾ ഗോൾഡ് കോളർ പ്രൊഫഷണൽസ് എന്ന് വിളിക്കുന്നതും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ്, ടോപ്പ് റിസർച്ച് സയൻറ്റിസ്റ്റുമാർ, ബിസിനസ് എക്സിക്യൂട്ടീവുമാരെല്ലാം നമ്മുടെ ക്വീനറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ക്യൂനറി സെക്ടറിനകത്ത് വരുന്ന ആൾക്കാരായിരിക്കും. ഇവരായിരിക്കും ഹയസ്റ്റ് ലെവൽ ഓഫ് ഡിസിഷൻസ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കാറ്റഗറി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മുടെ സെക്ടറിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്നും അതുപോലെ തന്നെ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നും. അപ്പോൾ എന്താണ് ഓർഗനൈസ്ഡ് സെക്ടർ? ഏതെങ്കിലും ഒരു സർട്ടൻ കമ്പനി അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ലഭിക്കുക, അതുപോലെ തന്നെ റെഗുലർ എംപ്ലോയ്മെൻറ്റ് ടേംസുകൾ ഉണ്ടായിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയാം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ ഒരു സേഫ് ആൻഡ് സെക്യൂരിറ്റി ഒക്കെ കാണുമായിരിക്കും. ഉദാഹരണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് ജോബ്സ് നമ്മുടെ ഒരു ഓർഗനൈസ്ഡ് സെക്ടറിന് ഉദാഹരണമാണ്. ഇനി ഒരു അൺഓർഗനൈസ്ഡ് സെക്ടർ എടുക്കുകയാണെങ്കിൽ അവിടെ ഇതിന് നേരിയ വിപരീതമായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ യാതൊരു നിയന്ത്രണങ്ങളും ഇവിടെ കാണുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു റൂൾസും റെഗുലേഷൻസും ഒന്നും വരാതെ സ്കാറ്റേഡ് ആയിട്ടുള്ള യൂണിറ്റുകൾ പോലെ കിടക്കുന്നതാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇവിടെ ലോ സാലറി ആയിരിക്കും, വർക്ക് ബെനിഫിറ്റുകളൊന്നും കാണുകയുമില്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വിളിക്കുന്നത്. അവസാനമായിട്ട് വരുന്ന ക്ലാസിഫിക്കേഷനാണ് പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും. പബ്ലിക് സെക്ടർ എന്നാൽ അത് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? ഗവൺമെൻറ് ആയിരിക്കും. എന്നാൽ പ്രൈവറ്റ് സെക്ടർ എന്നാൽ അത് ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഏതെങ്കിലുമൊക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും രീതിയിലാണ് നമ്മുടെ എക്കണോമിയുടെ സെക്ടേഴ്സിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും പറ്റുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും ഒക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പോരായ്മകൾ തോന്നുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങളത് പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.